നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്ര നാളായി നമ്മള് കണ്ടിട്ട്. അത്ഭുതമായിരിക്കുന്നു. നിന്നെ ഈ സമയത്ത് ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് ഊർമിള. കോളേജിൽ പഠിക്കുന്ന സമയത്തും സർപ്രൈസ് ക്രിയേറ്റ് ചെയ്യാനും മിടുക്കിയായിരുന്നില്ലേ ഊർമിള? മറന്നുപോയോ നീ അതൊക്കെ? ഓ, ഒന്നും മറന്നിട്ടില്ല. അക്കാലത്ത് മാധവേട്ടന് ചന്ദ്രികയോട് പ്രണയം, ചന്ദ്രികയ്ക്ക് മാധവേട്ടനോടും പ്രണയം. പക്ഷെ രണ്ടു പേർക്കും തുറന്നു പറയാൻ ധൈര്യമില്ല. ആ പ്രണയരഹസ്യം ആദ്യമായി മനസ്സിലാക്കിയതും അത് നിങ്ങളെ അറിയിച്ചതും പ്രണയത്തിന്റെ റൂട്ട് ക്ലിയർ ചെയ്തതും ഈ ഊർമിളയല്ലേ? മാധവേട്ടനും ചന്ദ്രികയ്ക്കും ഒക്കെ കാലം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടുപേരുടെ സൗന്ദര്യത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അല്ല, ഊർമിളയുടെ കാര്യവും അങ്ങനെ തന്നെയാ. പഴയ പ്രസരിപ്പിനും സൗന്ദര്യത്തിനും ഒരു കുറവും വന്നിട്ടില്ല. അല്ല, ഈ ചടങ്ങിനെ കുറിച്ച് നിന്നോട് ആരാ പറഞ്ഞേ? ജഗൻ. ജഗനോ? അതെ, ജഗൻ തന്നെ. ജഗൻ എനിക്ക് മകനെ പോലെയാ. നിന്റെ എല്ലാ കുടുംബ ചരിത്രങ്ങളും ജഗൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും എനിക്കൊന്ന് പരിചയപ്പെടണം. അതിനെന്താ, അവരെല്ലാം അവിടെ ഉണ്ട്. വരൂ. ഇതെന്റെ അമ്മ സരോജിനി. ഹലോ, നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ടു യു ഡിയർ. ഇത്രയും ചുറുചുറുക്കുള്ള ഒരമ്മ നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു അനുഗ്രഹം തന്നെയാ. മോള് ചന്ദ്രികയുടെ കോളേജിലെ കൂട്ടുകാരിയല്ലേ? അതെ അമ്മേ. പഴയ കൂട്ടുകാരിയെ കണ്ടപ്പോ മാധവനും ചന്ദ്രികയ്ക്കും ഒക്കെ ഒരു ജീവനും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂത്ത മകൾ വസന്ത. അത് ഞങ്ങളുടെ വളർത്ത മകനാണ് വിനു. നമസ്കാരം. ഇത് ഇളയ മോള് വർഷ. വർഷയുടെ ഭർത്താവ് വിക്രം. ഹായ്. ഹായ്. വിക്രം ഗ്രൂപ്പ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ MD അല്ലേ? അതെ, എന്നെ അറിയോ? വി ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമയെ ആരെ അറിയാത്തത്? താങ്ക് യു. വാ മോളെ വാ. ഇതാണ് വന്ദനയും ദിയമോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.